പാലക്കാട് 12-ൽ 10 LDF ആണ്. അതിൽ തന്നെ 9 CPM ആണ്. ഇത്തവണ നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ പാലക്കാടിനും മണ്ണാർക്കാടിനും പുറമെ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കാൻ തന്നെയാണ് UDFന്റെ ശ്രമം. നമ്മൾ ഓരോ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലം രേണുക സൂചിപ്പിച്ച പാലക്കാട് തന്നെയാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും കരുത്തുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ അവിടെ BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. അവിടെ രമേശ് പിഷാരടി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അദ്ദേഹവും മികച്ച ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടത്തുന്നത്. പാലക്കാടിലെ ഏറ്റവും പ്രധാനമാവുക സ്ത്രീ വോട്ടുകൾ തന്നെയാകും. പ്രത്യേകിച്ച് അവിടുത്തെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ, അതിനൊപ്പം തന്നെ വന്ന തൊട്ടടുത്ത് വന്ന കൗൺസിലർക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനാരോപണങ്ങൾ തുടങ്ങി ഈ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ അവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ സ്ത്രീപക്ഷ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വനിത എന്ന നിലയ്ക്ക് അവർ നേടുന്ന വോട്ടുകൾ അവിടെ പ്രധാനപ്പെട്ടതാകും. സ്ത്രീ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ, രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീ വോട്ടുകൾ മറിയുകയാണെങ്കിൽ അവിടെ BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് തന്നെ രമേശ് പിഷാരടിക്ക് അത്തരത്തിലൊരു മേധാവിത്വം അവിടെ എടുക്കുക. മാത്രമല്ല 18,000-ലേറെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അവിടെ ജയിച്ചത്. അപ്പോൾ രമേശ് പിഷാരടിയെ സംബന്ധിച്ച് അത് നിലനിർത്തി പോവുക എന്നത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.